ഡൽഹി രാജ്യവിരുദ്ധ കലാപത്തിലെ FIR പിൻവലിക്കും എന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ഇവർക്ക് നൽകിയിരുന്നു. ഈ പാറ്റ കലാപകാരികൾക്ക് നിയമ നടപടി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ FIR പിൻവലിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ കലാപകാരികൾക്കെതിരെ, ഈ വിഘടനവാദികൾക്കെതിരെ, അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ, പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ, പോലീസിനെ ആക്രമിച്ചവർക്കെതിരെ കേസ് പിൻവലിക്കാൻ അങ്ങനെ കേന്ദ്ര സർക്കാർ മാത്രം വിചാരിക്കുന്നത് വരട്ടെ എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. രാജസ്ഥാൻ ആസ്ഥാനമായ സംഘടന കേന്ദ്ര സർക്കാരിന് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. FIR പിൻവലിച്ചാൽ നിയമപരമായി നേരിടും എന്നാണ് അവർ പറയുന്നത്. വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കേന്ദ്ര സർക്കാരിന് അങ്ങനെ സ്വന്തം നിലയിൽ കേസ് പിൻവലിച്ചാലും തങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അക്രമങ്ങൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും ജയ്പൂർ ഡയലോഗ്സ് എന്ന സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനനുബന്ധമായ ഒരു കേസ് കൂടി ഞാൻ പറയാം. കർണാടകയിൽ ഈ പ്രിയങ്ക ഖർഗെയുടെ നേതൃത്വത്തിൽ അവിടെ ഈ മുസ്ലിം ഭീകരവാദികൾ നടത്തിയ അഴിഞ്ഞാട്ടമുണ്ടായിരുന്നു. 53 പേരായിരുന്നു പ്രതികൾ. അവർക്കെതിരായ കേസ് ഇയാൾ ആഭ്യന്തരമന്ത്രി ആയതോടെ പിൻവലിച്ചു. അതിനെതിരെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവ് കോടതിയിലേക്ക് പോയി. കോടതി ഈ തീരുമാനം റദ്ദാക്കുകയും ഈ 53 പേർക്കെതിരായ കേസും നടപടികളും തുടരണം എന്ന് പറയുകയും ചെയ്തു. സർക്കാരിന്റെ തീരുമാനമാണ് എടുത്തു ചവറ്റുകുട്ടയിലേക്ക് കളഞ്ഞത്. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഇവിടെ കലാപം അഴിച്ചുവിട്ടവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി മാത്രമാണ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷേ ഇവിടെ പൊതുജനം, ഇവിടുത്തെ സിവിൽ സൊസൈറ്റി പുറത്തുണ്ട്, ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജയ്പൂർ ഡയലോഗ്സ് എന്ന സംഘടനയാണ് ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഒട്ടനേകം അഭിഭാഷകർ ഇക്കാര്യത്തിൽ ട്വീറ്റിലൂടെയും മറ്റും സ്വന്തം നിലയിൽ കേസുമായി പോകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അഴിയെണ്ണാൻ കലാപം നടത്തിയവർ ഒരുങ്ങൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്.